എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന് കമല ശിവനോട് പറയുന്ന സമയത്ത് ശിവൻ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നിൻ്റെ നോട്ടപ്പശു കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നത് ആ രോഹിത് വിളിച്ചുകൊണ്ടുപോയതാണ് ഹരീനെ എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നീട് മനുവിനോടും ശിവൻ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോയാലോ എന്ന്. അപ്പോൾ ഞാൻ വരില്ല, അച്ഛൻ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി, അച്ഛൻ ഈ അമ്മ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് പൊട്ടൻ കളിക്കല്ലേ, അച്ഛൻ ഇന്നത്തെ പത്രം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ വായിച്ചിട്ട് അച്ഛൻ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ കയ്യിലേക്ക് ആ പത്രം എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ കമല പറയുകയാണ് പത്രത്തിൽ വരുന്നതെല്ലാം ഇങ്ങനെയെല്ലാം ശരിയാവണമെന്നില്ലല്ലോ, അതിൽ പകുതിയും കള്ളങ്ങളാണ് അച്ചടിച്ച് വരുന്നതെന്ന് പറയുക. എന്തായാലും ശിവൻ അപ്പോൾ പത്രം നോക്കൂ കേട്ടോ. പത്രം നോക്കുമ്പോൾ ശിവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വാർത്ത വായിച്ചിട്ട് കമലേനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീനയും ഗോവർദ്ധനും കൂടെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പറയുന്നുണ്ടായിരുന്നു ഒരേ സമയം 2 വിസിറ്റേഴ്സ് അലൗഡ് അല്ലാന്ന്. അപ്പോൾ ഗോവർദ്ധൻ ഞാൻ വക്കീലിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകട്ടോ. പിന്നീട് അലീനയോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫോൺ കൊണ്ടുവന്നോന്ന്. അപ്പോൾ ഇല്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ടേ, ഇവിടെയാണെങ്കിൽ പത്രമില്ല, TV ഇല്ല, അതുപോലെ തന്നെ റേഡിയോ ഇല്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അച്ഛന് ഞാനില്ലേ, അച്ഛൻ എന്താ അറിയേണ്ടത് എന്നോട് ചോദിച്ചോ എന്ന് അറിയട്ടോ. രോഹിത്തിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു രോഹിത്തിനെ ഇന്നലെ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മറ്റെവിടേക്കോ കൊണ്ടുപോയി, ഇന്ന് എന്തായാലും കോടതിയിൽ ഹാജരാക്കുന്ന തന്നെയാണ് പറഞ്ഞിട്ടില്ലേന്ന് പറയും. അപ്പോൾ വക്കീലിനെ കാണണ്ടേ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് വക്കീലിനെ കണ്ടിട്ടും കാര്യമൊന്നുമില്ല, ജാമ്യം കിട്ടില്ല എന്ന് അച്ഛനും അറിയാം, എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാം എന്ന് പറയുമ്പോൾ അവൻ്റെ അവസ്ഥ എന്താ, അവൻ ലോക്കപ്പിൽ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്, മോള് കണ്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ബാക്കി 3 പേരും കൂടെ ഉണ്ടല്ലോ കൂട്ടിന്, അവരുടെ അതേ അവസ്ഥ തന്നെയാണെന്ന് പറയൂ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് പറയുന്നുണ്ടായിരുന്നു മറുവശത്ത് ഒരു പെൺകുട്ടി ഉണ്ട് ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ആ കുട്ടി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഹോസ്പിറ്റലാണെന്ന് പറയൂട്ടോ അലീന. അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്ന് അലീന പറയുമ്പോൾ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അന്ന് എനിക്കൊരു കത്രിക കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്, അവൾക്ക് അങ്ങനെ ഒരു അങ്ങനെ കത്രിക കിട്ടിയില്ല, അവൾക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛൻ ഇങ്ങനെ എന്നെ ആശ്വസിപ്പിച്ചില്ലേ, അതുപോലെ അവളെ ആശ്വസിപ്പിക്കാൻ തോന്നണം അച്ഛന് എന്ന് പറയുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ മകളായിട്ടൊന്ന് കണ്ടു നോക്കിക്കേ, നമ്മൾ 2 വശം നോക്കണ്ടേ, എന്തായാലും ഇങ്ങനെ തെറ്റ് ചെയ്തവർക്ക് എന്തായാലും ശിക്ഷ കിട്ടണം, അതന്നെയല്ലേ വേണ്ടത്, നമുക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അച്ഛൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അച്ഛൻ അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്ന് പറയേ. എന്നിട്ട് നമുക്ക് വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അലീന ആശ്വസിപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നീട് ശിവൻ രാജീവിനെ വിളിച്ചിട്ട് കൊല്ലപ്പള്ളിയിൽ എത്തിയ കാര്യം പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് രാജീവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് വരികയെന്ന്, പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാജീവിന് ഫ്ലൈറ്റ് ഒന്നും ശരിയായിട്ടില്ല, ശരിയായാലും 5 മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് രാജീവൻ പറയുകയാണ്. പിന്നീട് വക്കീലിനെ കണ്ട കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ശിവനാണെങ്കിലും ജാമ്യം കിട്ടില്ല എന്നാണ് 2 വക്കീലന്മാരെ വിളിച്ചപ്പോഴും പറഞ്ഞത് എന്ന് പറയും. അപ്പം ബാലേന്ദ്രനെ കാണാൻ പോയിട്ടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ ശിവൻ. ഞാൻ അവിടെ ഒരല് ചെന്ന് മദ്ദളത്തിനോട് കാര്യം പറഞ്ഞിട്ട് എന്തിനാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് പറയും കേട്ടോ. അതിനേക്കാളും ഭേദം അലീനയാണ്. അവളിങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ സമയത്ത് അവളെ ഏതൊക്കെയോ സ്വാധീനം വെച്ച് അവളിങ്ങനെ അവിടുന്ന് പുല്ല് പോലെ ഇറങ്ങി വന്നു എന്ന് പറയട്ടോ. അപ്പോൾ നമുക്കും ആ വഴിയൊന്ന് പിടിച്ചു നോക്കിയാലോ എന്ന് രാജീവൻ പറയുമ്പോൾ അതിന് മനു സമ്മതിക്കണ്ടേ എന്നാണ് കേട്ടോ പറയുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെ രാജീവിനോട് പറയുന്നുണ്ട് കേട്ടോ. പത്രങ്ങളിലൊക്കെ ഓരോന്ന് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല നാണക്കേടുകൊണ്ട് എന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ രാജീവിനോട് ശിവൻ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ മനു അങ്ങനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് മനുവിന് ഫോൺ കൊടുക്കാൻ പറയൂ കേട്ടോ. അങ്ങനെ മനുവിനെ വിളിച്ചിട്ട് ശിവൻ മനുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. ശിവനാണെങ്കിലും രാജീവിനോട് പറഞ്ഞല്ലോ നമ്മൾ വിചാരിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതിനേക്കാളും ഭേദം അലീനയാണ്, അവളിങ്ങനെ ഏതൊക്കെയോ സ്വാധീനം വെച്ചിട്ട് പുല്ലുപോലെ ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മനുവിനോട് രാജീവൻ ചോദിക്കുന്നത് നമുക്ക് അലീനെ പിടിച്ച വഴിയൊന്ന് പിടിച്ചാലോ എന്നാണ് കേട്ടോ. അപ്പോൾ മനു രാജീവനോട് പറയുന്നുണ്ടായിരുന്നു അലീന അവിടെ നിന്ന് ഇറങ്ങിയ കാര്യം എങ്ങനെയാണെന്ന് പോലും അലീനയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, രേവതിക്കുട്ടി വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവൾ പോലും അറിഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരെ ഈ രേവതിക്കുട്ടി എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ട് എന്തിനാണ്, പീഡന കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് അവരെന്തായാലും സംസാരിക്കാൻ പോകണില്ല, അവർക്ക് അലീനയെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അതിൽ അവർ ഇടപെട്ടിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് കൊച്ചച്ഛൻ നടക്കുന്ന വല്ല കാര്യവും പറയുമെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം, എന്നിട്ട് ശിവേട്ടനെ ഫോൺ കൊടുക്കുകയെന്ന് പറയും. അങ്ങനെ മനു ശിവൻ്റെ അടുത്ത് തന്നെ ഫോൺ കൊണ്ട് കൊടുക്കും കേട്ടോ. മനു അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും. കമലയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യക്ക് വരുന്നുണ്ട് കേട്ടോ. മനുവിൻ്റെ സംസാരം എല്ലാം കേട്ടിട്ട് എന്തായാലും നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ട് വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് അറിയും കേട്ടോ രാജീവനോട് ശിവൻ. എന്നിട്ട് കോള് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നീട് ഗോവർദ്ധൻ ബാലേന്ദ്രനെ കാണാനായിട്ട് ചെന്നതാണ്. അപ്പോൾ നീ എവിടെ
എവിടെ പോയി കിടക്കായിരുന്നു എന്നാണ് കേട്ടോ ബാലേന്ദ്രൻ ഗോവർദ്ധനോട് ചോദിക്കുന്നത്. അപ്പം ഞാനൊരാളല്ലേ ഉള്ളൂ എല്ലായിടത്തും ഓടാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ വക്കീലിനെ കാണാൻ പോയ കാര്യം, അതുപോലെ തന്നെ പിന്നീട് വീട്ടിലേക്കും ബാങ്കിലേക്കും ഒക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു പത്രം വാങ്ങിച്ചുകൊണ്ട് തരാൻ പറഞ്ഞിട്ട് നിനക്ക് പറ്റിയില്ല, എൻ്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നിനക്ക് പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രോഹിത്തിനെ കണ്ടോ, നീ സ്റ്റേഷനിൽ പോയി എന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവരെയൊന്നും കാണാൻ പറ്റില്ല ബാലേട്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കൊല്ലപ്പള്ളിയിൽ നിന്ന് ആരും വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും കണ്ടില്ല എന്ന് പറയും കേട്ടോ. മനുവിനെയും അതുപോലെ തന്നെ ശിവേട്ടനൊന്നും കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ആരെയും കണ്ടില്ല എന്ന് പറയും. പിന്നെ ഞാൻ ഏത് സമയം പോലീസ് സ്റ്റേഷനിൽ നിൽക്കില്ലല്ലോ, ഞാൻ അവിടുന്ന് ബാങ്കിലേക്കും വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് വേണം, ഡോക്ടറെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഡിസ്ചാർജ് ഒന്നും തരാൻ പറ്റില്ല ബാലേട്ട എന്ന് പറയൂ കേട്ടോ. ആര് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന്, വെറുതെ ഇവിടെ കിടത്തിയിരിക്കുകയാണ്, വല്ലപ്പോഴും ഒരു ഗുളിക തരും എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അപ്പോൾ വീട്ടിലാണ് എനിക്ക് ഇവിടത്തേക്കാളും കുറച്ച് സമാധാനം കിട്ടുന്നത്, ഞാനിങ്ങനെ ഒരു അനാഥനെ പോലെയാണ് കിടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ടായിരുന്നു, വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ സന്ദർശകരെ കാണേണ്ടി വരും, സന്ദർശകർ ബാലേട്ടൻ്റെ വിവരം അന്വേഷിക്കാൻ വേണ്ടി മാത്രം വരുന്നവരായിരിക്കില്ല, അവരിങ്ങനെ ഓരോന്ന് ചോദിച്ച് രസിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നവരായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ഹോസ്പിറ്റലായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ആരും വരാത്തതെന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടെ ഇങ്ങനെ കിടക്കുകയാണെങ്കിലും ഓരോരുത്തർ വന്ന് ഇങ്ങനെ എത്തി നോക്കി പോവുകയും അതുപോലെ തന്നെ നഴ്സുമാരൊക്കെ ഇപ്പോൾ ഇങ്ങനെ എന്നെ കാണുന്ന സമയത്ത് അവരുടെ നോട്ടവും ചിരിയും അതൊക്കെ എല്ലാം എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ്റെ സങ്കടം പറയാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഗോവർദ്ധനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇന്നെന്തായാലും അവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായത്, അപ്പോൾ ഞാൻ കോടതിയിലേക്ക് പോവും, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വരാൻ വൈകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗോവർദ്ധൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. ഗോവർദ്ധൻ വക്കീലിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ കാര്യങ്ങളും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വക്കീലിനെ കണ്ടിട്ട് എന്തായി നോക്കിയുമ്പോൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ വക്കീൽ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ചന്ദ്രദാസ് അല്ലേ വക്കീലെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് രോഹിത്തിനെയും ഹരിനെയും അവരെങ്ങനെ 4 പ്രതികളെയും കൂടെ അന്ന് ശരണ്യനെ കൊണ്ടുപോയ വീടുണ്ടല്ലോ അവിടേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നാട്ടുകാരെല്ലാം ഓടി കൂടിയിട്ടുണ്ട്. പോലീസ് അകത്തേക്ക് വണ്ടി കയറ്റിയിട്ട് അവരെ പുറത്തേക്ക് ഇറക്കും. ഗേറ്റൊക്കെ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഗേറ്റിൻ്റെ പുറത്താണ് നാട്ടുകാർ മൊത്തം. അവിടെ നിന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരെ ചോദ്യം ചെയ്യാൻ കേട്ടോ ഹരിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആദ്യം ആരാണ് ഈ വീട്ടിലേക്ക് എത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വന്നത്, കാറിലാണോ ബൈക്കിലാണോ, എല്ലാ കാര്യങ്ങളും പറയാനുണ്ടോ. ശരണ്യയും ഹരിയും ഇങ്ങനെ കാറിലാണ് വന്നത്, ബാക്കി 3 പേരും ബൈക്കിലാണ് വന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ആദ്യം ആരാ ഇവിടെ എത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ സനീഷും കൂടെ നരേനോ അവർ രണ്ടുപേരും അവർ 3 പേരും ഒക്കെ തന്നെയാണ് ആദ്യം എത്തിയതെന്ന് പറയുന്നുണ്ട്. രോഹിത് അവൻ്റെ ബൈക്കിലാണ് വന്നത്, അവന് ബൈക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യനെ നീ ഇങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണോ അവൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവളെ ഞാൻ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങളിങ്ങനെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഹരി പറയാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ തുറന്നു പറഞ്ഞോ, ഞങ്ങൾ അവളോടും ചോദിക്കും, അപ്പോൾ അവൾ തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ ഹരി എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല പിന്നീട് ഹരിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കിത് വെറും ടൈം പാസ് ആയിരുന്നോ അതോ അവൾക്ക് ശരിക്കും നിന്നോട് പ്രേമമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പ്രേമമായിരുന്നു എന്ന് ഹരി സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എസ് ഐ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അവളെങ്ങനെ കല്യാണം കഴിച്ചോളാം എന്നുള്ള വാക്ക് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവളെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഹരി പറയുന്ന സമയത്ത് രോഹിത് ഒരു സംശയത്തോടു കൂടിയാണ് കേട്ടോ ഹരിനെ ഇങ്ങനെ നോക്കുന്നത്. ഹരി എന്തൊക്കെയോ കള്ളം രോഹിത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ എസ് ഐക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ഹരിയുടെ മുടിയൊക്കെ കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി മതി, ഇനി അകത്ത് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നെല്ലാം ഒരു കോൺസ്റ്റബിൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നേ. പുറത്ത് നാട്ടുകാരാണെങ്കിലും ഭയങ്കര തെറിയോ എന്തൊക്കെ വിളിച്ച് പറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവരെ അകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു, എസ് ഐ ഹരിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്നെ സ്നേഹിച്ച് നിൻ്റെ കൂടെ ഇറങ്ങി വന്ന ഒരു പെൺകുട്ടീനെ നീ നിൻ്റെ കൂട്ടുകാർക്കും കൂടെ ഇട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. രാജീവൻ എന്തായാലും നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോടതിയിലേക്ക് പോകാമെന്ന് രാജീവൻ പറയുന്ന സമയത്ത് മനു പറയുന്നുണ്ടായിരുന്നു, കോടതി വളപ്പിൽ ഒരു 500 പേരെങ്കിലും കാണും, അവരുടെ ഇടയിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിയാക്കി കളയുമെന്ന് പറയുമ്പോൾ രാജീവൻ പറയുകയാണ്, അങ്ങനെ പേടിച്ച് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കുടുംബത്തിലെ 2 കുട്ടികളല്ലേ അകത്ത് കിടക്കുന്നത്, നമുക്ക് പോകാൻ ശിവേട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ രാജീവൻ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചത്.